നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്ന വാട്സപ്പിനകത്ത് നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീച്ചർ. അതായത് ഫീച്ചർ വാട്സപ്പിനകത്തുള്ളതല്ല, പക്ഷേ വാട്സപ്പിന് അകത്തേക്ക് നമുക്ക് ആ ഫീച്ചർ ഉൾപ്പെടുത്താൻ സാധിക്കും. ഏതാണ് നോക്കാം. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ വാട്സപ്പിലൊക്കെ ഓരോ വോയിസുകളും മെസ്സേജുകളൊക്കെ വരാറുണ്ട്. ഇത്തരത്തിൽ വാട്സപ്പ് വോയിസുകളും മെസ്സേജുകളൊക്കെ വരുമ്പോൾ ഏതെങ്കിലും ഒരു വോയിസ് സേവ് ചെയ്ത് വെക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ വാട്സപ്പിൽ നമ്മൾ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് മുകളിലുള്ള ഈ സ്റ്റാർ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യും. ഈ സ്റ്റാർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് സ്റ്റാർ ചെയ്ത് വെച്ചാലും നമ്മുടെ വാട്സപ്പോ അല്ലെങ്കിൽ ഈ കോൺടാക്റ്റോ അല്ലെങ്കിൽ ചാറ്റ് ക്ലിയർ ചെയ്യുന്ന സമയത്തോ ഒക്കെ അറിയാതെ ഡിലീറ്റ് ആയി പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്കിത് സേവ് ചെയ്ത് വെക്കാൻ വാട്സപ്പിനകത്ത് വരുന്ന ഇത്തരത്തിലുള്ള ഫോട്ടോ ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും വോയിസ് ആണെങ്കിലും ഒക്കെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. വീഡിയോസും ഫോട്ടോസൊക്കെ എല്ലാവർക്കും അറിയാം. നേരെ നമുക്ക് ഗാലറിയിലേക്കും ഗാലറി എന്ന് വേണമെങ്കിൽ ഗൂഗിൾ ഡ്രൈവിലേക്കൊക്കെ സേവ് ചെയ്യാൻ സാധിക്കും. എന്നാൽ വോയിസുകൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് സേവ് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വോയിസ് എങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട വോയിസുകൾ സേവ് ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഏത് വോയിസ് ആണോ നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടതെങ്കിൽ ആ വോയിസ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ 3 ഡോട്ട് കാണും. ഈ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഷെയർ എന്നുള്ളൊരു ബട്ടൺ കാണാൻ സാധിക്കും. ഈ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ ഗൂഗിൾ ഫയൽസിൻ്റെ ഈ ഫയൽ മാനേജർ ഇപ്പോഴുള്ള എല്ലാ മൊബൈൽ ഫോണിലും ഫയൽ മാനേജറായിട്ട് ഗൂഗിളിൻ്റെ ഈ ഗൂഗിൾ ഫയൽസ് എന്നുള്ള ഫയൽ മാനേജറാണ് കാണാൻ സാധിക്കുക. ഈ ഗൂഗിൾ ഫയൽസ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഓപ്പൺ ആകുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു വോയിസ് ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ കാണാൻ സാധിക്കും. ഇവിടെ അവസാനം കാണുന്ന ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് മൂവ് ചെയ്യിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് മറ്റേതെങ്കിലും ഫോൾഡറിലേക്ക്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് റീനെയിം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേര്, അതായത് നമ്മൾ സെലക്ട് ആയിരിക്കുന്ന ഭാഗം മാത്രം ഡിലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ട എന്തെങ്കിലുമൊക്കെ പേര് ഇതുപോലെ ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുത്താൽ ഒരു പേര് ഇതാ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു പേരിൽ തന്നെ സേവ് ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇവിടെ വെച്ച് നമുക്കത് ആവശ്യമുള്ള ഉപയോഗിക്കാം. ഇതിനകത്ത് ഏതെങ്കിലും ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വേണമെങ്കിൽ ആ വോയിസ് നമുക്ക് അതിലേക്ക് മൂവ് ചെയ്യിക്കാനൊക്കെ സാധിക്കും. നിങ്ങൾക്ക് വേണ്ട പ്രിയപ്പെട്ട വോയിസുകൾ ഇതുപോലെ ഗൂഗിൾ ഫയൽസിൽ സേവ് ചെയ്ത് വെക്കാനുള്ളൊരു ട്രിക്കാണ് നമ്മൾ പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.